ചെയ്യുന്നത്. A4 ഷീറ്റ്, ബ്ലേഡ്, സ്കെച്ചോ പെൻസിലോ പേനയോ എന്ത് വേണേ എടുക്കാം. ഞങ്ങളിപ്പോൾ എടുത്തത് സ്കെച്ചാ. പിന്നെ കളറ് ഇത് ഡബർ ബാൻഡ്. റോക്കറ്റ് വലിച്ചു വിടുമ്പോൾ അത് മുകളിലോട്ടേക്ക് പോകാൻ വേണ്ടിയാണ് റബ്ബർ ബാൻഡ്. ആദ്യം നമുക്ക് സ്കെച്ച് എടുക്കാം. എന്നിട്ട് സ്കെച്ച് ഇതേപോലത്തെ A4 ഷീറ്റിൽ ഇങ്ങനെ കറക്റ്റ് വരയിടുക. നമ്മൾ വരയിട്ട് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് കളർ എടുക്കാം. കളർ എടുത്തിട്ട് നമുക്ക് നീല വയലറ്റ് എടുത്തിട്ട് നമുക്ക് നന്നായി അടിച്ചു കൊടുക്കാം. വരയുടെ പുറത്തോട്ടേക്ക് പോകാതെ വേണം അടിക്കാൻ. ഇത് കണ്ടോ, ഈ കാണുന്ന ഞാൻ ഇങ്ങനെ നന്നായി അടിക്കുന്നില്ല. ഇത് വേഗത്തിൽ അടിക്കുന്നതിന് മുന്നേ ഈ സൈഡിൽ കൂടെ വേണം കുറച്ച് അടിക്കാൻ. അപ്പം നമുക്ക് പുറത്തോട്ടേക്ക് പോകില്ല. ഇങ്ങനെ നമുക്ക് താഴെ വരെ ഇങ്ങനെ ലൈൻ വരച്ച് അതിനകത്തൊക്കെ പല പല കളറ് കൊടുക്കുക. അപ്പം നല്ല രസമാണ്. ഇതാ ചേട്ടായി മൊത്തം ഫിനിഷ് ആക്കിയിരിക്കുന്നു. ഇനി ഇതിനകത്തുള്ള വെള്ളക്കാറ് മൊത്തം അടിച്ചാൽ നമ്മുടെ ഈ എയറോപ്ലെയിന് ഉണ്ടാക്കാനുള്ള പേപ്പർ സൂപ്പർ ആകും. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഹായ്, നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. റോക്കറ്റ് ഉണ്ടാക്കാനുള്ള പേപ്പർ റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് റോക്കറ്റ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഈ പേപ്പർ കളറുള്ള സ്ഥലം ഇങ്ങനെ വെച്ച് മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ള പേപ്പറിൽ കാണുന്നു. അങ്ങനെ ഈ വെള്ള പേപ്പർ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കളർ പേപ്പറെ കാണാൻ പറ്റില്ല. അത് കാരണം ഇങ്ങനെയാണ് നമുക്ക് വെച്ചുണ്ടാക്കാൻ. ആദ്യം ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇവിടെ കൂർത്ത് വരണം. ഇത് ഈ രണ്ടെണ്ണവും ഒരേപോലെ വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ കൂടെ കൈ വെച്ച് ഇങ്ങനെ അമർത്തണം. എന്നിട്ട് രണ്ടെണ്ണവും ഒരേപോലെ ഉണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടുന്ന് ഇതിൻ്റെ പോലെ കറക്റ്റ് ആക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരുന്നത്. അപ്പോൾ കണ്ടേ, ഇങ്ങനെ ആയത്. അപ്പോൾ നല്ല കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കാം. നമുക്ക് ഇങ്ങനെ നോക്കാം. അതിനുശേഷം നമ്മളാക്കുന്ന ഇവിടുന്ന് ഇങ്ങോട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയില്ലേ. ഇനി അടുത്ത സൈഡും ഇതേപോലെ തന്നെ ഇവിടെ കടക്കുക. ഇവിടെ നല്ല കൂർത്തിട്ട് വേണം. അത് കാരണം നമുക്ക് രണ്ടെണ്ണം കൂടെ അടുപ്പിച്ച് വെച്ചൊന്ന് കൂർത്തിക്കാം. എന്നിട്ട് ഇത് അങ്ങോട്ട് ഇങ്ങനെ കൊണ്ട് ആക്കുക. ഇത് കണ്ടോ, ഇത് രണ്ടും അടുപ്പിച്ച് നല്ല രസമാക്കി ആക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ചെയ്യാനുള്ള ഇത് രണ്ടും കറക്റ്റിൽ വെച്ചിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ മടക്കുക. ഇപ്പോൾ കണ്ടോ, ഈ സൈഡ് കൂർത്തിട്ട് വന്നേക്കുന്ന നമ്മുടെ ഇപ്പോൾ ഈ റോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്ലേഡ് എടുക്കുക. നമ്മൾ പറഞ്ഞായിരുന്നു ബ്ലേഡ് വേണമെന്ന്. ഇതേപോലത്തെ ബ്ലേഡാണ് നമുക്ക് ആവശ്യം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് മുറിക്കാം. ആദ്യം ഇങ്ങനത്തെ ഒരു മുറിയാണ് മുറിക്കുന്നത്. കൂട്ടുകാരുടെ വീട്ടിൽ മുതിർന്നവരെങ്ങാനും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മുറിക്കാം. ആദ്യം നമ്മൾ മുറിച്ചതിൻ്റെ ഈ സൈഡിൽ കൂടെ ഒന്ന് ചെരിച്ചങ്ങ് മുറിക്കുക. ഇവിടെ നിന്ന് അമർത്തി മുറിച്ചിട്ട് ഈ പീസ് അങ്ങോട്ട് കളയാം. അതങ്ങ് പോയി. ഇനി ഇവിടെ തങ്ങി നിൽക്കുന്നതൊക്കെ മെല്ലെ അങ്ങോട്ടൊന്ന് പറിച്ചു കളയാം. ഇത് കണ്ടോ, ഇപ്പം ഇങ്ങനത്തെ ഒരു ഷേപ്പായില്ലേ. ഇവിടെയാണ് നമ്മുടെ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ഇടേണ്ടത്. അപ്പം നമ്മൾ റോക്കറ്റ് വിടാനുള്ള റോക്കറ്റിൻ്റെ റബ്ബർ ബാൻഡ് വിടാനുള്ള സാധനം
റെഡിയായി. ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് മുറിക്കേണ്ടത്. കണ്ടോ, നമ്മൾ വടക്കി സ്ഥലമൊക്കെ കണ്ടോ, ഇങ്ങനത്തെ ഒരു ആകൃതി വേണം നമ്മൾ മുറിക്കാൻ. ഇനി നമുക്ക് റോക്കറ്റ് പറപ്പിക്കാനുള്ള ഒരു സ്ഥലം കൂടെ റെഡിയാക്കണം. അതിന് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഒരിത് എന്നിട്ട് ഇപ്പുറത്തെ വശമാക്കിയിട്ട് അതേപോലെ തന്നെ ഇപ്പുറത്തോട്ടേക്ക് മടക്കുക. അപ്പം വിമാനം പറപ്പിക്കാനുള്ള പങ്ക റെഡിയായി. നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് വിമാനം പറപ്പിക്കുന്നത്. ഇത് കണ്ടു, ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ പിടിച്ചിട്ട് ഇവിടെ റബ്ബർ ബാൻഡ് ഇങ്ങനെ കൊളുത്തിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് ഒറ്റ വിടില്ല. നമ്മുടെ റോക്കറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി റോക്കറ്റ് പറപ്പിക്കാനുള്ള റബ്ബർ ബാൻഡാണ് നമുക്ക് റെഡിയാക്കേണ്ടത്. റബ്ബർ ബാൻഡ് റെഡിയാക്കാൻ ബെറ്റിയാണ് നമ്മുടെ റബ്ബർ ബാൻഡൊക്കെ ചെയ്യുന്നത്. ആദ്യം ഈ റബ്ബർ ബാൻഡ് ഒന്നെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇന്നോൻ്റെ ഉള്ളിലോട്ടേക്ക് കയറ്റും. എന്നിട്ട് ഇത് വലിക്കുമ്പോൾ ഇത് ഒന്നായി. എന്നിട്ട് ഇത് ഒന്നുകൂടെ കണ്ടോ, ഇത് ഇങ്ങോട്ട് ഇത് വെച്ചിട്ട് ആദ്യം ഇത് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഇവിടെ ഇത് പിടിച്ച് പിന്നെ അത് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് എടുത്തിട്ട് ഇതാ 9 റബ്ബർ ബാൻഡാണ് നമുക്ക് വേണ്ടത്. എത്ര എണ്ണം ഇപ്പോൾ ഉണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 എണ്ണം ഇപ്പം ആയിട്ടുള്ളൂ. നമുക്ക് ഒന്നും കൂടി ചേർക്കാം. നമുക്ക് റോക്കറ്റ് വിടേണ്ട ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് റോക്കറ്റ് വിടാം. കൂട്ടുകാരെ, നമ്മുടെ റോക്കറ്റ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. എങ്ങനെ പറത്തണ്ടേന്ന് ചേട്ടായി പറഞ്ഞു തരും. ആദ്യം നമുക്ക് ഈ റബ്ബർ ബാൻഡിൻ്റെ അറ്റം ഇതിൻ്റെ മുറിച്ച സ്ഥലത്ത് ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഇങ്ങനത്തെ ഒരു വശമുണ്ട്, അത് പുറകെ പിടിച്ചിട്ട് നമുക്കിത് ഇങ്ങനെ താഴോട്ടേക്ക് വേണം റബ്ബർ ബാൻഡ് ഇടുന്ന വശം പിടിക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ കൈ ഇങ്ങനെ ഗുഡ് ബോയ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗുഡ് ബോയ് വയ്ക്കുന്ന പോലെ ഇങ്ങനെ വയ്ക്കുക. അത് ഞാനിപ്പോൾ വിട്ടത് കണ്ടോ, വിട്ടപ്പോൾ നേരെ പോയി റബ്ബർ ബാൻഡ് അവിടേക്ക് പോയില്ല. അപ്പം നമ്മുടെ ഇത് റോക്കറ്റിൽ നിന്ന് റബ്ബർ ബാൻഡിൻ്റെ ഇത് വിട്ട് അത് ഇങ്ങനെ അങ്ങോട്ട് പോകും. റോക്കറ്റ് മുകളിലോട്ടേക്ക് പോയിട്ട് താഴോട്ട് വീഴും. ചിലപ്പോൾ മാവിൻ്റെ അവിടെ പോകും, ചിലപ്പോൾ ഇവിടെ വീഴും, ചിലപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ വേണം നമ്മുടെ കൈയിൻ്റെ വിരൽ വയ്ക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ വളർത്തോട്ടേക്ക് ഇങ്ങനെ കൂട്ടുകാരെ, ഇപ്പൊ നമ്മുടെ ഈ റോക്കറ്റ് നന്നായി പറക്കുന്നുണ്ട്. നമ്മുടെ റോക്കറ്റ് ഉണ്ടാക്കിയത് പിന്നെ റോക്കറ്റ് വീഴുമ്പോൾ ഇവിടുത്തെ ഈ വശം ഇങ്ങനെ ചുളുങ്ങി പോകും. അതൊന്ന് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് വേണം നേരെയാക്കാൻ. നമ്മൾ റോക്കറ്റ് ഇങ്ങനെ പറത്തി വിടുമ്പോൾ റോക്കറ്റ് നേരാണ് എവിടേക്കാണ് അവിടെ ഇങ്ങനെയാണ് ഇങ്ങനെ കുത്തിയിട്ട് വീണിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചുളുങ്ങി പോകും. ചേട്ടായി ഒന്ന് എന്നെയും റോക്കറ്റ് വിടാൻ പഠിപ്പിച്ചു തരുവോ? ഞാൻ ഇങ്ങനെ പിടിക്കാം, നീ ഇവിടെ പിടിച്ച് വലിച്ചോ. താടി ഇങ്ങനെ താടി ഇരിക്കുന്നു ഇങ്ങനെ എന്നിട്ട് ഇവിടെ കുറച്ചും കൂടെ ഇങ്ങോട്ട് നമുക്ക് അവിടേക്ക് ഞാൻ പിടിക്കാവേ. സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഇടണേ. സ്റ്റാർട്ട്. അമ്മേ പോയേ. അപ്പൊ നമുക്ക് ചെരിച്ചൊന്ന് റോക്കറ്റ് വിട്ടോക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട്.